നമസ്തേ, അസിൻ ഹിയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് കലോത്സവം വ്ലോഗ് പാർട്ട് 4 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഡേ 4 ആണോ? അതെ, ഇന്ന് ഡേ 4 ആണ്. അതായത് ഇന്നാണ് എനിക്ക് ഫോക്ക് ഡാൻസ് ഉള്ളത്. ഇന്നത്തോടു കൂടി എൻ്റെ കലോത്സവം, ലാസ്റ്റ് ഇയർ സ്കൂൾ കലോത്സവം കഴിഞ്ഞു, സ്റ്റേറ്റ് കഴിഞ്ഞു. ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര്, അതായത് എന്നെ അറിയുന്നവർ, അറിയാത്തവർ, എന്നെ നേരിട്ട് കാണാത്ത അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വഴിപാട് കഴിക്കുക, ശയനപ്രദക്ഷിണം ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഇവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ സ്റ്റേറ്റിൽ എത്തണം, ഞാൻ സ്റ്റേറ്റിൽ കളിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ് എല്ലാവരുടെ അടുത്തും. ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹർഷമാഷെ കുറിച്ചിട്ടാണ് കേട്ടോ. ഞാനിത് ആക്ച്വലി ഭരതനാട്യത്തിൻ്റെ വ്ളോഗിൽ പറയണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഈ വ്ളോഗിൽ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ ഹർഷമാഷെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലും മാഷ് എന്ന് പറയുന്നത് ഓൾവേസ് ക്ലോസ് ടു മൈ ഹാർട്ടാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാവും. ഇനിയിപ്പോൾ ഞാൻ ആരെടുത്ത് പോയി പഠിച്ചാലും ഹർഷമാഷ് എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. മാഷ് എൻ്റെ ഡാൻസിൻ്റെ ജേണിയിൽ മാഷ്ക്ക് വലിയൊരു പങ്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡാൻസിൽ കുറച്ചെനിക്ക് ബേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാഷാണ് അതിൻ്റെ റീസൺ. പിന്നെ അതേപോലെ ഫോക്കിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഉഷ ടീച്ചർ, അമ്മു ചേച്ചി, അവരെ ആട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം എന്നെ ഫോക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പഠിപ്പിച്ചത് ഉഷ ടീച്ചറും അമ്മു ചേച്ചിയാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ താങ്ക്ഫുള്ളാണ്. പിന്നെ വെങ്കടേഷ് മാഷ്, പിന്നെ അതേപോലെ തന്നെ എന്നെ ഫസ്റ്റ് സ്റ്റേജിൽ കയറ്റിയ മായ ടീച്ചർ, പിന്നെ ആര്യ മിസ്സ്, എല്ലാവരെയും ഞാൻ ഈ മൊമെൻറ്റിൽ ഓർക്കുകയാണ്. എല്ലാവരോടും ഞാൻ താങ്ക്ഫുള്ളാണ് കേട്ടോ. മോർണിംഗിൽ ബിസ്ക്കറ്റ് കഴിച്ചു, പിന്നെ കോഫി കുടിച്ചു, പിന്നെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി വിശക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അവിടെയാണെങ്കിൽ ഭയങ്കര ചൂട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കാറ്റ് കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫാനിൻ്റെ ചോട്ടിൽ ചെന്നിരുന്നതാണ്. അങ്ങനെ അപ്പോൾ മാഷ് പറഞ്ഞു പതുക്കെ റെഡിയായാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ. ഇത് ചിക്കുവിൻ്റെ അനിയത്തിയാണ്. അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അവർ രണ്ടുപേരും മേക്കപ്പ് ചെയ്യുന്ന റൂമിൻ്റെ അവിടെ വന്ന് കുറച്ച് നേരം നമ്മുടെ അടുത്ത് സംസാരിച്ച് അങ്ങനെ അവർ പോയേ. ഞാൻ ചിരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, അതായത് ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതായത് കഴിഞ്ഞു, ഇനി ഇല്ല, ലാസ്റ്റ് ഡേ ആയി, ഫോക്കും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു, കലോത്സവം കഴിഞ്ഞു, അങ്ങനെ ഒരു തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എത്ര ചിരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. പക്ഷേ പിന്നെ കളിക്കാൻ പോവല്ലേ, അതങ്ങനെ കാണിക്കുന്നതും ശരിയല്ലല്ലോ എന്നുള്ളൊരു ഇതായപ്പോൾ ഞാൻ പിന്നെ ഒന്നും കാണിച്ചില്ല. ഞാൻ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു. ഇനിയും ടൈമുണ്ട്, നമ്മൾ കയറി കഴിഞ്ഞിട്ടല്ലേ കഴിയുള്ളൂ എന്നുള്ള ഇത് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ ഈ മേക്ക് ഓവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോ ഈ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എത്ര ചെയ്തിട്ടും എനിക്കിത് മതിയാവുന്നുണ്ടായിരുന്നില്ല. എനിക്കിങ്ങനെ അടിയാത്തി സ്ത്രീകളുടെ പണ്ട് കാലത്തെ തമ്പ്രാക്കന്മാരുടെ അങ്ങനത്തെ ഫോക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അരിവാള്, ഓലക്കെട്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഗ്രൂപ്പ് ഡാൻസൊക്കെ കാണാൻ പോകണം എന്നുള്ള പ്ലാനൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ ഫോക്ക് കഴിഞ്ഞിട്ട്. പക്ഷെ നൈസായിട്ട് ചീറ്റിപ്പോയി. അതായത് കണ്ടു ഞാൻ. അതായത് ഹയർ സെക്കൻഡറി എനിക്ക് കാണാൻ പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഹൈസ്കൂൾ അത് കാണാമല്ലോ വിചാരിച്ചു. പക്ഷെ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറേ ഇഷ്ടപ്പെട്ട കുറേ ഗ്രൂപ്പുകളുണ്ടായിരുന്നു, എൻ്റെ കുറേ ആൾക്കാരുടെ. അപ്പോൾ അവരുടെ ഒന്നും ഗ്രൂപ്പ്, നന്ദുവേട്ടൻ, ഈശ്വർ, അവരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ സാബു സാറിൻ്റെ ചില ഗ്രൂപ്പ് എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ അതേപോലെ തന്നെ സനൽ ബ്രോ, അവരുടെയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കാണാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അവസാന ഭാഗം എത്തിയപ്പോൾ ഞാൻ വിനീത് സാറിൻ്റെ മാത്രമേ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ. ഞാനിവരെല്ലാവരുടെയും ഗ്രൂപ്പ് കാണണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ ചില ആൾക്കാരുടെ കാണാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ ലൈവ് കണ്ടു കേട്ടോ. അപ്പോൾ ഹെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി ഡ്രസ്സിങ് ചെയ്യണം. അപ്പോഴേക്കും അമലേട്ടൻ എത്തിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ നെയിൽ പോളിഷ് ഇടണമായിരുന്നു ബ്ലാക്ക്. എനിക്ക് ഇങ്ങനെ കോസ്റ്റ്യൂമിൻ്റെ കൂടെയൊക്കെ നെയിൽ പോളിഷ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് നെയിൽ പോളിഷ് ഇടണമായിരുന്നു. മമ്മിക്ക് വ്ളോഗ് എടുക്കണം, ഉമ്മ അവിടെ ഓരോ കാര്യങ്ങളായിട്ട് തിരക്കാം. അപ്പോൾ പാവം ചിക്കു, അവളാണ് കേട്ടോ എനിക്ക് നെയിൽ പോളിഷ് ഇട്ടെന്ന്. അവൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കൂടെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. കാര്യം നെയിൽ പോളിഷ് അങ്ങനെ സ്റ്റേജിലോട്ട് അങ്ങനെ കാണുമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇടും കേട്ടോ. എനിക്കിതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നെയിൽ പോളിഷ് ഇടാമല്ലോ വിചാരിച്ചിടുന്നതാണ്. സന്തോഷം കണ്ടില്ലേ, നെയിൽ പോളിഷ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്.
ഇതാണ് ഞാൻ പറഞ്ഞ ആ വീഡിയോ. അതെന്താണെന്ന് വെച്ചാൽ ഹർഷൻ മാഷിൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, അതായത് പാറു, അവൾ കളിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ. എനിക്ക് പേഴ്സണലി എന്താ അത്രയും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഗുരുവായൂരപ്പൻ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാളും ആണല്ലോ അത് കൊറിയോ ചെയ്തിട്ടുള്ളതും എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും, ഹർഷൻ മാഷ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ അതിങ്ങനെ അവിടെ പ്ലേ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലി ഒരുമാതിരിയായി. എനിക്കിങ്ങനെ മാഷിങ്ങനെ ഓർമ്മ വരിക, പെട്ടെന്ന് സങ്കടമാവുക, എനിക്ക് എന്തൊക്കെയോ ആയിട്ടാ അത് കേട്ടപ്പോൾ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ ഒരാളുടെ അടുത്ത് ഭയങ്കര ജെന്യുവനായിട്ട് നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ അത്രയ്ക്കും അധികം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെ കഴിഞ്ഞാലും എത്രയൊക്കെ വർഷം കഴിഞ്ഞാലും നമ്മുടെ കൂടെ അവരില്ലെങ്കിലും നമുക്ക് അവരെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവരോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതിനിടയ്ക്ക് കമ്മലിടുകയാണ്, അപ്പോൾ ഒന്നും കൂടി വിഷമം കൂടി. അപ്പോൾ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എല്ലാം കൂടിയിട്ട് താങ്ങാൻ പറ്റിയില്ല. കമ്മലിടണേന് ഞാനിങ്ങനെ കരയാറൊന്നുമില്ല, പക്ഷേ ആ ഒരു പെയിൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. ആ ഗുരുവായൂരപ്പൻ്റെ പാട്ടും കേട്ടു, കമ്മലും ഇട്ടു, ഒക്കെ കൂടി വന്നപ്പോൾ എന്തോ ആയി. അപ്പം മമ്മിക്ക് ശരിക്കും മനസ്സിലായി അത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഹെയറും ചെയ്ത് കഴിഞ്ഞു. ഇനി ഡ്രസ്സിങ് ചെയ്യാണ് കേട്ടോ. ഫോക്ക് പിന്നെ കളിക്കാൻ കയറാൻ എനിക്ക് അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ ഇത് 3ാമത്തെ സ്റ്റേജാണല്ലോ, 3അല്ലേ, അതെ 3ാമത്തെ സ്റ്റേജാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കളിക്കാൻ എനിക്ക് ഭരതനാട്യം ആയാലും കുച്ചിപ്പുടി ആയാലും ഫോക്കായാലും അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു, അതായത് വീഡിയോ പോസ്റ്റ് ചെയ്യുമോ, ഭരതനാട്യം കുച്ചിപ്പുടി ഫോക്കൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുമോ ചോദിച്ചിരുന്നു. എൻ്റെ അടുത്ത് ഞാൻ കളിച്ചതിൻ്റെ സബ് ഡിസ്ട്രിക്റ്റ് ഒക്കെ വീഡിയോ ഇരിക്കുന്നുണ്ട്, ഞാൻ നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം. പിന്നെ സ്റ്റേറ്റിലും വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലാരിറ്റി ഇല്ല. കുച്ചിപ്പുടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, അപ്പം ഞാനത് നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം. എൻ്റെ ഫേസ് ആകെ പോയപ്പോൾ രാധുമാഷ് ഓരോരോ ചളി പറഞ്ഞ് എന്നെ ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ എന്നെ ആരെന്ത് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇതാക്കിയാലും ഞാൻ പെട്ടെന്ന് ചിരിക്കുന്ന ടൈപ്പാണ്. പെട്ടെന്ന് കരയുകയും ചെയ്യും, പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ മിക്സഡ് ഇമോഷൻസ് പെട്ടെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് രാധുമാഷ് ഇങ്ങനെ മാഷിൻ്റെ ഓരോരോ പുതിയ പുതിയ ചളികളൊക്കെ പറഞ്ഞ് എന്നെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫോക്ക് ഓൾമോസ്റ്റ് സെറ്റായി. പിന്നെ ആ സ്റ്റേജിലിപ്പോൾ കേരള നടനം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് 15 മിനിറ്റ്സ് അല്ലേ, അപ്പോൾ കുറച്ച് ലേറ്റായി തോന്നുന്നുണ്ട്. പിന്നെ എന്താ അപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴേക്കും അവിടെ റിസൾട്ടെല്ലാം പറയുന്ന ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ റെഡി ആയി കഴിഞ്ഞ് പോകാൻ നേരത്ത് ദേവനന്ദേനെ കണ്ടു കേട്ടോ. നമ്മൾ കുറേ നാളായി മീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ അവളെ കണ്ടു, ഫോട്ടോ എടുത്തു, ആൻറ്റീനെ കണ്ടു, നമ്മൾ സംസാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ പോയി, ഫോക്കിൻ്റെ സ്റ്റേജിലോട്ട് പോയിട്ടോ. സ്റ്റേജിലോട്ട് പോയിട്ടില്ല കേട്ടോ, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാ. ഇനി ലിപ്സ്റ്റിക്ക് ഇടാനുണ്ട്, ദക്ഷിണയൊക്കെ കൊടുക്കാനുണ്ട്, ഞാനതൊക്കെ വിട്ടുപോയി. ഞാൻ ദേവുവിൻ്റെ ക്ലിപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സ്റ്റേജിലോട്ട് പോകുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ രാധുമാഷ്ക്ക് ദക്ഷിണ വെച്ചു. രാധുമാഷ്ക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും, എല്ലാ മാഷുമാർക്കും ദക്ഷിണ വെച്ചു കേട്ടോ. മനോജ് മാഷ്, അയ്യോ എനിക്ക് ഭയങ്കര കംഫർട്ടാണ് മനോജ് മാഷ്. എല്ലാം എന്നോട് ക്ലിയർ ചെയ്തൊക്കെ സെറ്റല്ലേ ചോദിച്ചിട്ടേ വിടുള്ളൂ. അതേപോലെ തന്നെയാണ് കേട്ടോ രാധുമാഷ്, അവരുടെ കൂടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അത്രയും കംഫർട്ട് സോണാണ് അവർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. അപ്പോൾ അങ്ങനെ ദക്ഷിണയൊക്കെ വെച്ചു. ഇനി നേരെ നമ്മൾ എങ്ങോട്ട് പോവും, ഫോക്കിൻ്റെ സ്റ്റേജിലോട്ട് പോവാണ്. അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷ് എന്നോട് പറഞ്ഞു എന്തായാലും നിൻ്റെ ഫോക്ക് കണ്ടിട്ടേ ഞങ്ങൾ പോവുള്ളൂ, ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഫുള്ള് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം ടൈറ്റ് ചെയ്ത് എല്ലാം സെറ്റല്ലേ നോക്കിയിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. മാളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എൻ്റെ കൂടെ റൂമിൽ. അവൾ ഭരതനാട്യം കളിക്കുന്നതിൻ്റെ ടെൻഷനിലായിരുന്നു. ഇപ്പോൾ കളിച്ച് കഴിഞ്ഞ് ഒക്കെ സെറ്റായി. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നതാണ്. ഇതൊന്നും കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫേസിനൊന്നും പറ്റരുതെന്ന് വിചാരിച്ചിട്ട് ഞാനത് കവർ ചെയ്ത് നടക്കണതാണ്. അതാട്ടോ, വേറെ ഒന്നുമില്ല. എനിക്ക് വെയിൽ അടിച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിയാണ്, പിന്നെ തലവേദനിച്ച് തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ ഒരുമാതിരി ആവണം. വഴി കൂടെ പോകുന്നവരൊക്കെ ഇതിങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ എനിക്ക് തോന്നി ഇതെന്തൊരു കോമാളി വേഷം കെട്ടിയ പോലെ ഉണ്ടോയെന്ന്. കുഴപ്പമില്ല, നമുക്ക് വെയിലടിക്കണോണ്ടല്ലേ, സാരില്ല. അപ്പം അങ്ങനെ ആ ഓട്ടോയിലൊക്കെ കയറി സ്റ്റേജിലോട്ട് പോവാണ്. ഞാൻ ഫേസൊക്കെ സെറ്റല്ലേ എന്നോടി നോക്കുകയാണ്. എനിക്ക് മേക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റാണ്. മേക്കപ്പ് ആയാലും ഡ്രസ്സിങ് ആയാലും ഫുൾ സെറ്റായി കഴിഞ്ഞാൽ ഞാൻ ഫുൾ സെറ്റാണ്, അല്ലെങ്കിൽ എനിക്കൊരുമാതിരിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ മീനു. മീനു എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവളെ നേരിട്ട് കാണുന്നത്. നല്ല ദോസ്താണ് ഞങ്ങൾ, അത്രയും നല്ല കമ്പനിയാണ്. എത്ര വർഷമായിട്ടുള്ള കമ്പനിയാണ് അറിയില്ല, അത്യാവശ്യം വർഷമൊക്കെ ആയിട്ടുണ്ട്, കുറേ ഇയേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ.
അത്രയും ഇയേഴ്സ് ആയിട്ടുള്ളൊരു ബോണ്ടാണ്. ഞങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പക്ഷേ ഫസ്റ്റ് ടൈമാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയില്ല. അവൾ കണ്ടില്ലേ ഫുഡൊക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക്. ഭയങ്കര ബോണ്ടാണ് ഞങ്ങൾ കേട്ടോ. കാര്യം ഞങ്ങൾ ഇപ്പോഴും മെസ്സേജ് അയച്ചിട്ടോ വിളിച്ചിട്ടോ ഒന്നുമല്ല, പക്ഷേ ആ ഒരു ബോണ്ട് ഉണ്ട്. മീനു മാത്രമല്ല, ഇതേപോലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവൾ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ, ഫോക്ക് കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഫൈനലി അവളെ മീറ്റ് ചെയ്തു. ഇനി ഇതേപോലെ കുറേ ഫ്രണ്ട്സിനെ കാണാനുണ്ട്, ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ഇനി ഇതേപോലെ എപ്പോഴെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ ആളെനിക്ക് എവിടെയാ നമുക്ക് കാണണ്ടേ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഫോക്ക് കാണാൻ വായോ എന്ന് പറഞ്ഞപ്പോൾ അവൾ അങ്ങനെ വന്നു കേട്ടോ. അവൾ ഫോക്കിൻ്റെ സ്റ്റേജിൽ മാത്രമല്ലായിരുന്നു, ഭരതനാട്യം കാണാൻ വേണ്ടി അവൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അവളത് കഴിഞ്ഞപ്പോഴേക്കും പോയി. പിന്നെ അവൾ വീണ്ടും എന്നെ കാണാൻ വേണ്ടി വീണ്ടും വന്നു. എന്താ ചെയ്യാൻ, എന്നെ കണ്ടിട്ട് മതിയായില്ല തോന്നുന്നുണ്ട്. അങ്ങനെ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ദാ അമലേട്ടൻ വന്നു, ദക്ഷിണ വെച്ചു. എന്താ പറയുക, ഉള്ളിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു, എന്നാൽ നല്ല സന്തോഷമുണ്ട്. സ്റ്റേറ്റ് കളിക്കാനുള്ള ഭാഗ്യം കിട്ടി 3 ഐറ്റം, അതിൽ സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞു, ലാസ്റ്റ് മൊമെൻറ്റിലോട്ട് എത്തി, അതാണ് ഏറ്റവും വിഷമം. ഇനി ഇപ്പോൾ ഉണ്ടായിരുന്ന ഇത്രയും നാളത്തെ പ്രാക്ടീസ് സെക്ഷൻസ് ഇനി ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അറിയാണ്, ഇനി ഇങ്ങനൊരു മൊമെൻറ്റ് ലൈഫിൽ ഉണ്ടാവുമോയെന്ന് അറിയില്ല. അപ്പോൾ എന്തോ ഭയങ്കര സങ്കടമായി എനിക്ക്. പക്ഷെ ഞാൻ ഉള്ളിൽ ഒതുക്കി നിൽക്കുകയാണ്. അങ്ങനെ അമലേട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്നു അവിടെ. എനിക്കെന്തോ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. വേറെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് അമ്മ, ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ അമലേട്ടൻ ചിലങ്ക കെട്ടിത്തരാണ്. എനിക്ക് ഈ ടൈമൊക്കെ ഒരുമാതിരി, ഞാൻ മാക്സിമം എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ പിടിച്ച് നിൽക്കുക. ഒന്നിതായാൽ ഞാൻ അപ്പം കരയും, പിന്നെ കരയാനും പാടില്ല. കാരണം നമ്മൾ സ്റ്റേജിൽ കയറുന്നതാണ്. ഒക്കെയാണ് എനിക്ക് പറയുമ്പോൾ തന്നെ ഇമോഷണലി എന്തോ ആവുന്നുണ്ട്. ദീപും മാഷും ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മാഷ് ഫോക്ക് കാണാൻ വേണ്ടി നിന്നു. കേരള മാഷ്ക്ക് മേക്കപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാഷ് കാണാൻ വേണ്ടി നിന്നു. മാഷ്ക്കും ഇപ്പോഴും അച്ചു എൻ്റെ കുട്ടി അങ്ങനെ ഒരു രീതിയാണ്. അപ്പോൾ സത്യം പറയാലോ, എനിക്ക് ഇപ്പോഴും ആ ഒരു ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഇത്ര നേരം ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിന്ന് ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ ഇങ്ങനെ വോയിസ് ഓവർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് ഇങ്ങനെ സങ്കടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴേ അത്രയും നേരം രാവിലെ ഒന്നും എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുക, ഈ ക്ലിപ്പ് കുറേ തവണ ഇങ്ങനെ കാണുമല്ലേ, അപ്പോൾ ഭയങ്കര വിഷമമാവാം എനിക്ക്. ഇത് വേറെ ഒന്നല്ല, ലാസ്റ്റ് ടൈമിലുള്ള മോട്ടിവേഷനാണ്. നന്നായി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അത് ലാസ്റ്റ് ടൈമിലെ മോട്ടിവേഷൻ സൂപ്പർ കേട്ടോ. അയ്യോ, അത് പറയാതിരിക്കാൻ വയ്യ, അത് ശരിക്കും നല്ല എഫക്റ്റാണ്. ഇത് വേറൊന്നല്ല, മറ്റേ ഫുഡ് കളർ ഇട്ടിട്ടുണ്ടായിരുന്നു നാക്കിൽ. അപ്പോൾ അത് എന്താ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക കറക്റ്റാണോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ചെസ് നമ്പർ കിട്ടി. ഇത് ആർദ്ര. അയ്യോ, ആർദ്രയുടെ അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആർദ്ര എന്ന് പറയുമ്പോൾ സൂരജ് സാറിൻ്റെ സ്റ്റുഡൻ്റ് ആട്ടോ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ കൂടെ മലപ്പുറം കോമ്പറ്റീഷൻ അവളുണ്ടായിരുന്നു ഫോക്കിന്. അവൾക്ക് അന്ന് ഫസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല കുട്ടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല ടാലൻറ്റഡ് ആണ്, നന്നായിട്ട് ചെയ്യും. അത് സൂരജ് സാറിൻ്റെ എല്ലാ കുട്ടികളും നല്ല ടാലൻറ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂരജ് സാറിനെ. സൂരജ് സാറിനെ കണ്ടിരുന്നു, ഞാൻ സംസാരിച്ചിരുന്നു. എനിക്ക് സാറിനെ പണ്ടൊട്ടേ സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ കളിക്കുന്നതിന് കുറച്ച് മുന്നേ വേറൊരു കുട്ടി സെയിം ഐറ്റം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റേജിൽ ഇത് പ്ലേ ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അഭിനയംസൊക്കെ ഇരുന്ന് ചെയ്ത് നോക്കാം. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇത് പട്ടി ഷോക്കാണെന്ന്, പക്ഷെ അല്ല കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പം ഞാൻ എത്ര പഠിച്ച ഐറ്റാന്ന് പറഞ്ഞാലും, ഞാൻ എത്ര പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും, വീണ്ടും വീണ്ടും ആ സോങ് കേൾക്കുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഇരുന്ന് ചെയ്ത് നോക്കും. ഇരുന്ന് ചെയ്ത് നോക്കുന്നല്ല, അതായത് കളിച്ച് ശരിക്കും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ അഭിനയം പോർഷനൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കും അത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അഭിനയമൊക്കെ കുറേ ചെയ്ത് നോക്കിയാലേ കിട്ടുള്ളൂ. എനിക്കൊക്കെ അങ്ങനെയാട്ടോ, ഞാൻ കുറേ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ പെട്ടെന്നൊന്നും എനിക്ക് അങ്ങനെ വരാറില്ല. കുറേ പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയെടുക്കുന്നതാണ്. ഫോക്കൊക്കെ അങ്ങനെ തന്നെ കുറേ പ്രാവശ്യം ചെയ്ത് നോക്കും അഭിനയമൊക്കെ. അപ്പം അങ്ങനെ
ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പാട്ട് കേട്ടപ്പോൾ ഞാനിരുന്ന് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറാൻ വേണ്ടി പോവാണ്. ഇത് സുബേഷ് മാഷ്. എനിക്ക് മാഷ് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഗുരുവിൻ്റെ ഗുരുവാണ്. പിന്നെ ഒത്തിരി താങ്ക്ഫുള്ളാണ് കേട്ടോ ഞാൻ മാഷോട്. മാഷാണ് പൂമാല ഇത്രയും നന്നായിട്ട് കൊറിയോ ചെയ്ത് സെറ്റാക്കി തന്നത്. പിന്നെ അതെന്നെ അമലേട്ടൻ പഠിപ്പിച്ചു. പിന്നെ സജി മാഷെ ഞാൻ ഓൾറെഡി കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു കേട്ടോ. സജി മാഷിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ സ്റ്റേജിൽ കയറിയത്. മാഷിൻ്റെ ആയിട്ടാണ് പൂമാല. പറയാൻ കാത്തിരുന്ന സാക്ഷി പെട്ടുവന്നു മറ്റൊരു പൂർവത്തി പൂർവത്തി ആടാടപ്പൂട്ടാലി ആയിരം പൊന്നും കണ്ണായി തിരയുടെ കണ്ണഞ്ചിപ്പോയി കിഴക്കൻ മലയിലെ കാലിക്കാട്ടിയൊട്ടോ പൂമാലെ പൊന്നമ്മയുടെ മാടത്തില് കേട്ടാ കുളക്കേട് മഴക്കേട് കണ്ടതല്ലോ കവവാടത്തിന്റെ അഗ്നിജ്വാല പിടച്ചിട്ടില്ല കൊണ്ടുപോപ്പ എല്ലാത്തിനും പിന്നിൽ നാടുവാടി അങ്ങനെ കളിച്ചു കഴിഞ്ഞു. എന്നിട്ട് ചായ കുടിക്കാമല്ലോ വിചാരിച്ചു. അപ്പം ഞാൻ, മാഷ്, അമലേട്ടൻ, പിന്നെ ഡാൻസ് ക്ലാസ്സിലെല്ലാവരും കൂടിയിട്ട് നമ്മളതിൻ്റെ ബാക്കിലൊരു ചായക്കടയുണ്ട്, അപ്പോൾ അങ്ങോട്ട് വന്നതാട്ടോ. എൻ്റെ മാഷ്ക്ക് പിന്നെ വ്ളോഗിൽ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാ കണ്ടില്ലേ, ഹെയറൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുക, ചുള്ളനാണ് ഗൈസ്. അമലേട്ടൻ എന്താ ബ്രെഡ് പിടിച്ചിട്ട് എന്തോ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെ പരിപാടി. ഇനി നേരെ മീഡിയയിൽ പോകണം. ഞാൻ എടുത്തില്ല കേട്ടോ. റീല് നല്ലോണം ലേറ്റായി. പിന്നെ എനിക്ക് ഇരിക്കാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല. നല്ല ടയേർഡായിരുന്നു സത്യം പറയാലോ. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാട്ടും സൂപ്പറായിട്ട് എനിക്ക് റീൽ കിട്ടി. അതിൽ ഞാൻ തൃപ്തിപ്പെടുന്നു ഗൈസ്. മാഷി ചായ കുടിക്കണതാണ്, നല്ല സ്റ്റൈലുണ്ട്. വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ മാഷി ഒന്നും കൂടി സ്റ്റൈലായിട്ട് കുടിക്കുന്നുണ്ട്. ഇത് പാച്ചു, ഇതാരായിരുന്നു, ഇത് കേശു, പിന്നെ നകുല, സച്ചിൻ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഫോക്കിനുണ്ടായിരുന്ന കുട്ടി സുബേഷ് മാഷിൻ്റെ തന്നെ സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ആൻറ്റിയുടെ മോളി സെയിം ഐറ്റം പൂമാല ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അങ്ങനെ ആൻറ്റി ഇത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. വാട്ട് എ സർപ്രൈസ് ഗൈസ്. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സത്യം പറയാമല്ലോ. എൻ്റെ ഫ്രണ്ട്സ് ഷാഹിദ് സാറിൻ്റെ കൂടെ കലോത്സവത്തിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലൂടെ പാസ് ചെയ്തിരുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഷാഹിദ് സാർ ഒന്നും ആവില്ല എന്ന്. പിന്നെ മേക്കപ്പ് എല്ലാം അഴിച്ച് റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ അവരുടെ സ്റ്റോറി നോക്കിയപ്പോഴാണ് അയ്യോ ഷാഹിദ് സാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നി. അപ്പം തന്നെ ഷാഹിദ് സാറിന് മെസ്സേജ് അയച്ചു കേട്ടോ. പക്ഷേ ഷാഹിദ് സാറിന് കുറേ മെസ്സേജ് വരുന്നതുകൊണ്ട് എൻ്റെ മെസ്സേജ് സാറ് കണ്ടില്ല. ഞാൻ വിചാരിച്ചു കാണാൻ പറ്റും തോന്നുന്നില്ല വിചാരിച്ചു അത് വിട്ടുവേ. പിന്നെ അത് കഴിഞ്ഞ് ഫോക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മെയിൻ സ്റ്റേജിൽ വന്നു. എനിക്ക് മീഡിയയിൽ പോകാനും പിന്നെ കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു, കുറച്ച് പേരെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മെയിൻ സ്റ്റേജിലോട്ട് വന്നു. നോക്കുമ്പോൾ ഷാഹിദ് സാറും പിന്നെ സൈലത്തിൽ തന്നെ വേറൊരു സാറും വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഷാഹിദ് സാറിനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ലേ. മറ്റേ സാറിനെ ചോദിച്ചപ്പോൾ ഞാൻ സൈലാണോ എജുപോർട്ടാണോ എക്സാം വിന്നറാണോ, ഞാൻ ഫസ്റ്റ് തന്നെ ചോദിച്ചു സൈലാണോ എന്ന്. അപ്പോൾ ആ സാർ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു സൈലല്ല എന്ന്. അപ്പോൾ ഞാൻ പിന്നെ ബാക്കിയുള്ളത് എജുപോർട്ട് എക്സാം വിന്നർ അങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെയാണ് പെട്ടെന്ന് ഞാൻ ഷാഹിദ് സാറിനെ കണ്ടത്. ഭയങ്കര എന്താ പറയുക, അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാറിനെ കാണുന്നത്. ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്ക് ഷാഹിദ് സാറിനെ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് ക്ലാസ് എടുക്കുന്ന രീതിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ സാറുമാരെ കണ്ട് കുറച്ച് നേരം സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എന്താ ആക്ച്വലി ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് ഈ സാറിനെ കണ്ടപ്പോൾ എനിക്ക് എവിടെയോ കണ്ട പോലെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ സാറ് സൈലത്തിൽ 10th എടുക്കുന്നതാണ് സോഷ്യൽ സയൻസ്. അപ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല. പിന്നെയാണ് ഷാഹിദ് സാറിനെ കണ്ടത് കേട്ടോ. എന്നാൽ ഞാൻ ആ സാറിൻ്റെ വീഡിയോസ്, ട്രോൾ വീഡിയോ, അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ആ സാറിന് മനസ്സിലായില്ല. അതുണ്ടായി കേട്ടോ. അങ്ങനെ 2 സാറുമാരായിട്ടും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അവരുടെ അടുത്ത് ബായ് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ മെയിൻ സ്റ്റേജിൽ വന്നു. പിന്നെ മീഡിയയിൽ പോയിട്ട് എന്താ അവർ ചോദിക്കുന്നതിനുള്ള ആൻസറൊക്കെ കൊടുത്ത് കളിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ കളിച്ച് അവിടെ നിന്ന് അങ്ങനെ പോന്നു കേട്ടോ. പാട്ടിനൊക്കെ ചേരുണ്ടോ കാണാൻ പെണ്ണിന് കുഞ്ചപ്പാടത്ത് കൂട്ടരത്ത് കൊയ്ത്തിനെത്താൻ കൽപ്പന നൽകി നാടുവാഴി അന്നേരം ഒരു കാര്യം പറഞ്ഞു മുന്നിൽ സ്വരം പാട്ട് പാടാൻ ഭൂമാതരണം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. ഒരിക്കൽ കൂടി എല്ലാവിധ ജന്മദിനാശംസകളും പിന്നെ കാണാൻ ഓൾ ദി ബെസ്റ്റ്. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സജി മാഷെ കണ്ടു. മാഷ് എനിക്ക് എപ്പോഴായിരുന്നു, നാഗവലിയുടെ ടൈമിലല്ലേ, നന്ദേട്ടൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്തപ്പോൾ അപ്പോൾ മാഷ് എന്നെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ വഴി അങ്ങനെ കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം മാഷടുത്ത് സംസാരിച്ചു. മാഷ് ഞാൻ ഫോക്കിൻ്റെ വേദിയിൽ കണ്ടിരുന്നോ? കുറേ പേരെ കണ്ടു, കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാവരെയും കണ്ടുകൊണ്ട് എനിക്ക് ആകെ ഡൗട്ടാവുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നിവേദിത ചിഞ്ചിലു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചേച്ചീനെ കണ്ടു, കുറച്ച് നേരം സംസാരിച്ചു. ഇവരെയും കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പക്ഷെ എല്ലാവരെയും കാണുമ്പോൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുള്ളൊരു ഫീലില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സബ്സ്ക്രൈബറാന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ദേവേശ് ഏട്ടൻ്റെ ദേവുമ്മയുടെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ട് കുറേ അറിയാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നെ കാണാൻ വേണ്ടി വന്നു കേട്ടോ. ഫോക്കിൻ്റെ വേദിയിൽ തന്നെ ഇവരുണ്ടായിരുന്നു. പക്ഷെ ഫോക്കിൻ്റെ വേദിയിൽ നിന്ന് നമ്മൾ കണ്ടിട്ടില്ല തോന്നുന്നില്ല. മെയിൻ സ്റ്റേജിൽ വന്നപ്പോഴാണ് പിന്നെ കണ്ടത്. അപ്പോൾ അവർ കണ്ടു, ഫോട്ടോ എടുത്തു. നല്ല ഫാമിലി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പതുക്കെ ഇങ്ങനെ ബർത്ത്ഡേ മൂഡ് വന്നു തുടങ്ങി കേട്ടോ. ബർത്ത്ഡേ ഓൾമോസ്റ്റ് ആവാറായിട്ടുണ്ടായിരുന്നല്ലോ ടൈം. ഒരു 10 മണി 11 മണി ടൈമിലായിരുന്നു മെയിൻ സ്റ്റേജിൻ്റെ അവിടെ ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ബർത്ത്ഡേയുടെ ഹാപ്പിനെസ്സായി പിന്നെ. അപ്പോൾ എന്താ, ബർത്ത്ഡേ സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ പേരുടെ അടുത്തുനിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് ഗിഫ്റ്റ്സൊക്കെ കിട്ടി. എല്ലാം നൈസായിരുന്നു. മൊത്തത്തിൽ അടിപൊളി, ഭയങ്കരമായിട്ട് നല്ല ചിൽ മൂഡായിരുന്നു കേട്ടോ ഒക്കെ കൂടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഫുഡ് കഴിക്കാൻ വിട്ടു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസും പിന്നെന്താ കഴിച്ചത്, ചില്ലി ചിക്കൻ ഗ്രേവി ടൈപ്പോ അങ്ങനെ കഴിച്ചു. ഉമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പേരെ മീറ്റ് ചെയ്ത് പിന്നെ നേരെ റൂമിലോട്ട് വിട്ടു. കുറേ പേര് എന്താ പറയുക, ഓർത്ത് വിഷ് ചെയ്തവരുണ്ടായിരുന്നു. ഞാൻ ആകെ ഷോക്കായിപ്പോയി, ഇത്രയും ഇങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറ്റുമെന്ന്. എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേര് ബർത്ത്ഡേ ഡേറ്റ് ഓർത്ത് വെച്ച് വിളിച്ചു. അതേപോലെ തന്നെ എന്താ കുറേ മെസ്സേജൊക്കെ അയച്ചു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, ഡാൻസ് വിത്ത് അസ് ഫാമിലിയിലെ കുറേ പേരുടെ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് വിളിക്കാനുള്ളവരൊക്കെ വിളിച്ച് സംസാരിച്ച് ഒക്കെ സെറ്റായി. ഇനി ഒന്നുമില്ല, ഇനി നേരെ ഉറക്കം. അതാണ്. അപ്പോൾ റീലെടുത്തില്ല, പക്ഷെ വേറൊരു റീൽ എനിക്ക് അടിപൊളിയായിട്ട് കിട്ടി, അത് മതി. അതിൽ ഞാൻ തൃപ്തിപ്പെടുന്നു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഡാൻസ് വിത്ത് അസ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഉമ്മ. അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതെ, ഇനി ഒരു പാട്ടും കൂടി ഉണ്ട് കേട്ടോ. ഒരു പാട്ടും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കലോത്സവം വ്ലോഗ് എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനിയൊന്നുമില്ല, ടാറ്റ.